രോഹിണിക്കുട്ടി, 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 ഇവിടെ വാ, ഇവിടെ വാ. ഏത് നേരം കൊണ്ട് നിന്റെ ഒരു വായന. ഇങ്ങനായാ മതിയാ? പിന്നെന്താ വേണ്ട അമ്മേ? പെൺകുട്ടികളായ ഒരു വീട് ഭരിച്ചോണ്ട് പോകാനുള്ള കാര്യപ്രാപ്തി വേണം. പുസ്തകം വായിച്ചോണ്ടിരുന്നോണ്ടൊന്നും ആയില്ല. ഇങ്ങ അടുത്തേക്ക് വാ, ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് കാണട്ടെ. തിങ്കളാഴ്ച കാണാൻ ആള് വരുന്നുണ്ട്. കിഴക്കേ കോലത്തെ തമ്പുരാനാ, വലിയ പഠിപ്പുള്ള ആളാ. സീമയില് പോയി പഠിച്ചേച്ചു വന്നതാ. നല്ല സ്വഭാവം. കൊള്ളാം. അമ്മ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ വേണ്ടേ? എനിക്ക് ആദ്യം ബോധ്യമാവണം. എന്റെ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ ഒരുത്തിനും പിടിച്ചു കൊടുക്കാൻ ഒക്കത്തില്ലെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഇടയ്ക്ക് സീമയിലൊക്കെ പോവാത്രേ. ആഹാ, അമ്മൂമ്മയ്ക്കൊന്ന് സീമയിലൊക്കെ പോടാൻ തോന്നുന്നുണ്ടോ? ഓ, ഒക്കെ നന്നായിട്ട് വരട്ടെ. എനിക്കിനി തെക്കേ കണ്ടം വരെ പോയാ മതി. അതിനു മുമ്പ് നീ നന്നായിരിക്കുന്ന കണ്ടിട്ട് വേണം പോകാൻ. അത്രേ ഉള്ളൂ. രോഹിണി, ഞാൻ നിന്നെ നോക്കുകയായിരുന്നു. എന്തിനാണെന്നേ? അച്ഛൻ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലേ. കൊടിക്കുന്നത്തേക്ക് ഒരു കൂട്ടുപായസത്തിന് നേർന്നിട്ടുണ്ട് ഞാൻ. ഗുരുവായൂരപ്പന് പത്ത് ചേർത്താനും നേർന്നിട്ടുണ്ട്. നാരായണ നാരായണ നാരായണ. പ്രിൻസിപ്പാളിന്റെ റിപ്ലൈ വന്നോ? അന്നൊരു കത്ത് വന്നതാണ്. സമയാവുമ്പോ എഴുതും. നീ അറിഞ്ഞോ ആവോ, നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഡോക്ടർ രാജെ കേട്ടിട്ടില്ലേ? ഡോക്ടർ KRV രാജ. ഇല്ല. ഇന്നലെ വന്ന ചീഫ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റിൽ രാജയെ 2 സ്ഥലത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല. ഹി ഈസ് എ ബ്രില്യന്റ് എക്കണോമിസ്റ്റ്. സെന്റർ അദ്ദേഹത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസൽ. എന്തോ നമ്മുടെ നല്ല കാലം. യു ആർ ലക്കി. വയ്ക്കുള്ളൂ.